അങ്ങനെ മുക്കുക അങ്ങനെ മുക്ക്. ഹലോ ഗൈസ്, ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമ്മുടെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് നമ്മൾ നന്ദി ഹിൽസ് കണ്ടിട്ട് നേരെ ഗോവയ്ക്ക് പോകാനാണ് പ്ലാനും കാര്യങ്ങളൊക്കെ. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഗോവയ്ക്ക് പോവാം. അതിന് മുമ്പ് നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂർ സിറ്റി നൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇതുവരെ കാണാത്തവരൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം 3 മണിക്ക് എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ചെറിയൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ പരിചയപ്പെട്ടിട്ട് നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഉച്ചകാലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മിസ്സായി. രാവിലെ 2 ദോശ ഒരു ഓംലേറ്റ് കഴിച്ചത്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോഴും പിടിച്ചിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. ഇതിനെ പുറത്ത് പോയിട്ട് ഇപ്പം നമ്മളുള്ളത് എന്ന് വെച്ചാൽ ഏതാണ് സ്ഥലത്തിൻ്റെ പേര്? മണിമല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫുള്ള് മലയാളീസ് ആണ് കേട്ടോ. അതായത് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ മുതൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കൂട്ടുകാർ, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ പരിചയപ്പെടാം. ആണല്ലേ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. മെയിനായിട്ട് ഇവിടെ മലയാളീസ് ആണുള്ളത്. ഒരുപാട് കേരള ഫുഡുള്ള ഹോട്ടൽസും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയും. നമുക്ക് ഇവിടെ ബൈക്കിലല്ല കേട്ടോ നമ്മൾ പോകാൻ പോണത്. നമ്മൾ നടന്നിട്ടാണ് പോകാൻ പോണത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ അറിയാം, ബാക്കിലിരിക്കുന്ന ആളും വണ്ടി ഓടിക്കുന്ന ആളും ഹെൽമെറ്റ് നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി നടന്നു പോകാൻ ശേഷം മാത്രമാണ് നമ്മുടെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് കാണിക്കാം. എന്തായാലും നാളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 3-4 പേര് തിരിച്ചു പോവും. പിന്നെ ഞാനും നമ്മുടെ പ്രവീൺ ബ്രോ മാത്രം ഉണ്ടായിരിക്കുള്ളൂ റൈഡിൽ. ഇപ്പോൾ സമയം ഏകദേശം എത്ര കഴിയും? ഇപ്പോൾ സമയം 8:15 ആയിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. നമുക്ക് മാക്സിമം നടന്നു പോകാൻ പറ്റണോടത്തോളം ദൂരം നമുക്ക് നടന്നു പോവാം. ഇതിപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കണ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് മലയാളീസാണ്. ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ കുറവാണ്. ഒരു മ്യൂസിക്കിന്റെ സൈൻ അടിക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോണത്. ഇതിനു മുമ്പ് ബാംഗ്ലൂർ വന്ന സമയത്തും ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു 3-4 കൊല്ലം മുമ്പാണെന്ന് മാത്രം. നമ്മുടെ കൂടെ ബാംഗ്ലൂരുണ്ടാകുന്ന കൂട്ടുകാരെ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പരിചയപ്പെടുത്താം. ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഒരു ഗായകനാണ് കേട്ടോ. കാണാൻ വളരെ സിമ്പിൾ ആച്ചാൽ ഒരു അടിപൊളി ഗായകനാണ്. ഒന്ന് മൂളി ചെറിയൊരു പാട്ട് നമ്മുടെ പൊള്ളി പൊള്ളി പൊള്ളി. അടുത്താണ് അയ്യോ, പിന്നെ ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് അറിയാം. ആൽവിൻ അത് ഓഫ് റോഡ് പോയി പോകും. ഞാൻ വീണ സമയത്താണ് വണ്ടി നോക്കിയാൽ. പിന്നെ ബ്രോ പേര് വിഷ്ണു. അമലിനെ ഞങ്ങൾക്ക് മീറ്റപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മാളിലേക്ക് മീറ്റപ്പ് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറായിട്ട് ഞങ്ങളുടെ കൂടിയിട്ട് ഇത് ഓർഡർ ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. 20 മിനിറ്റോളം ഒന്നാണ് പറഞ്ഞത് ഫുഡിന്. അതുവരെ തൽക്കാലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓയിലാണ്. വിശന്നിരിക്കണവരുടെ മുമ്പേക്ക് ആദ്യം തന്നെ ഇവൻ്റെ ഫുഡാണ് എത്തിയത്. ഇതിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. കൊണ്ടുവരുമ്പേക്ക് വാരെടുത്തു. ഫുഡാണ് കേട്ടോ. എടാ ഇതെന്തിട്ടാ ഇതെന്താ? ചിക്കു ഷേക്കാ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളി മലയാളിയാണ് കേട്ടോ. ബ്രോ എവിടെ സ്ഥലം? നാട്ടില് വയനാട്ടുകാരനാണ്. പേര് ചപ്പാത്തി. നമ്മുടെ ചിക്കൻ ഫ്രൈ. ഇദ്ദേഹമാണ് നമ്മുടെ ഹോട്ടലിന്റെ മുതലാളി. പേരെന്തായിരുന്നു? തിണ്ടിത്തരം കാണിക്കണം. അവൻ്റെ ഷവർമ്മ എടുത്ത് അവൻ പകരം വീട്ടാനുണ്ട്. ഇതിങ്ങനെ ആക്കിയത് ഞാനല്ല, ഇവനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അവന്റെ ചിക്കൻ കാല് വലിച്ചോണ്ടിരിക്കും. തുടങ്ങി
വല്ലാത്തൊരു ഫുഡ് അടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഉച്ചയിലത്തെയും രാത്രിയിലത്തെയും ഒരുമിച്ച് അങ്ങോട്ട് പൂശി 1050 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. അതായത് 1 2 3 4 5 6 7 പേര് കട്ടയ്ക്ക് ഫുഡ് അടിക്കും. ഇനിയിപ്പോൾ ഇവിടെ വേറെ കാണാനായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തായാലും നൈറ്റ് പുറത്ത് പോകില്ല. കാരണം എന്താ വെച്ചാൽ നല്ല ഓർക്കഷനുണ്ട്, കണ്ണൊക്കെ ഏകദേശം. അപ്പം നമ്മൾ ബാംഗ്ലൂർ വന്ന് പരിചയപ്പെട്ട നമ്മുടെ പ്രവീൺ മച്ചാൻ്റെ ഒരു കൂട്ടുകാരനാണ്. ബ്രോൻ്റെ പേരുന്ന ആലപ്പുഴക്കാരൻ തന്നെയാണ്. വേറെ 2 കൂട്ടുകാരന്മാർ ബ്രോൻ്റെ പേരെന്താ? ബ്രോയോ? കണ്ണൂരുകാരാണ്. വേറെ 3 പേരും കൂടെ നമ്മൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രോൻ്റെ പേരെന്താ? അമൽ. ബ്രോ ഇവര് 2 പേര് പത്തനംതിട്ടക്കാരാണ്, ഇദ്ദേഹം മലപ്പുറംകാരൻ. നേരെ റൂമിലൊക്കെ പോയിട്ട് കിടക്കാൻ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പൊ നമ്മുടെ ഗായകനെ ചെറുതായിട്ട് ടാറ്റു അടിക്കാനൊരു ആഗ്രഹം. എടാ ഒന്നും പോകാൻ റേസിംഗ് സ്റ്റുഡിയോ ടാറ്റു ആണ് നമ്മുടെ താവരക്കര റോഡില്. അക്രമമായിട്ട് ഡിസൈനിങ് കഴിഞ്ഞത് 12 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഡിസൈൻ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നാളെ രാവിലെ വന്ന് ടാറ്റ അടിക്കാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ സൗണ്ടൊക്കെ മാറി തുടങ്ങി, സീനായി തുടങ്ങി. ഇവിടെ എന്ന് വെച്ചാൽ ഒരു 23 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നല്ല തവണ ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കാന്ന് പറയുന്നത് കുറച്ച് സീനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇപ്പം സൗണ്ട് ചേഞ്ച് ആക്കുന്നത്. നമ്മൾ നാളെ രാവിലെ വരും, എന്നിട്ട് നമ്മുടെ ടാറ്റ അടിക്കും. ഇപ്പം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ അവ അടിക്കാൻ പോണ ടാറ്റു എന്ന് പറയുന്നത്. അതായത് അവൻ്റെ അമ്മയുടെയും അതേപോലെ തന്നെ അച്ഛൻ്റെയും പേരാണ്. അതിൻ്റെ അപ്പുറത്ത് ഹാർട്ട് ബീറ്റ്, പിന്നെ തൊട്ട് താഴെയായിട്ട് മ്യൂസിക്. ഭയങ്കരമായിട്ട് ഈ മ്യൂസിക് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ തന്നെ നമ്മൾ ടാറ്റു അടിക്കാൻ വേണ്ടി പോകുന്നതാ. നമ്മൾ ഇന്നലെ നൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി സമയത്തൊക്കെ ഹെവി ട്രാഫിക്കാണ് ഉണ്ടാവുന്നത്. ടാറ്റു സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒന്ന് ജസ്റ്റ് നാളെ വിളിച്ചു നോക്കിയാലാണ് എന്താ കാരണം എന്നറിയുള്ളൂ. ഇതിൻ്റെ സൈഡിലൂടെ വേറെ വഴിയുണ്ട്. ഇത് ഓൾറെഡി ഓപ്പൺ ആണ്, ഫ്രണ്ട് അടച്ചിട്ടേക്കാണ്. ഇത് എന്ത് സെറ്റപ്പാണോ? ആഹാ, പാർക്കിംഗ് ഒക്കെ ഉണ്ടണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അകത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ പണികളോട് പണികളാണ്. അപ്പോൾ ഇത് വേറെ ഏതോ ഒരു സ്ഥാപനമാണ്. ഇവിടെ പാർക്കിംഗ് അല്ല പറഞ്ഞത്, അയാൾ ഈ വഴി വരാനാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് കയറ്റി. ഇപ്പം ഇനി അപ്പോൾ വണ്ടി എടുത്ത് പുറത്തു കൊണ്ട് വയ്ക്കണം. നോക്കട്ടെ ടാറ്റു കൂട്ടെ. ഇതാണ് പവൻ അടിക്കാൻ പോണ ടാറ്റു. ചിരിച്ച പോകുന്ന കാണിച്ചു. വേദന കുറച്ചുണ്ട്. അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരാണ്. മറ്റേതും കൂടെ കാണിച്ചത് അവരറിഞ്ഞിട്ടുണ്ടോ നീ ടാറ്റു അടിക്കണത്? ഇല്ല, സർപ്രൈസാ. അപ്പോൾ ടാറ്റോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സൗണ്ടിന് എന്തോ നൈസ് പണി കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെയോ അസിസ്റ്റ് തോന്നി. എൻ്റെ സൗണ്ട് എങ്ങനെയായി ആലോചിച്ചിരിക്കാം. നമ്മളെ നൈറ്റ് നമ്മൾ ഫുഡ് അടിക്കുന്ന സമയത്ത് ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ടാകും. അതിലാണ് എൻ്റെ സൗണ്ട് പോയത്. നമ്മളതേ സെയിം ഓർഡർ. ഇന്നലെ നമ്മൾ ലാവിഷായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഏകദേശം 1000 സംതിങ്ങാണ് ബില്ലും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചയിലത്തെ ഫുഡ് നമ്മൾ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ചെറുതാക്കി, അതായത് ഊണിലൊതുക്കി. ഇവൻ്റെ ബിരിയാണി കഴിക്കണം. ഇവരിന്ന് റിട്ടേൺ പോകണോണ്ടാണ് പറഞ്ഞത്.
ഞങ്ങൾ രണ്ടുപേരും ചോറ്, ഇവൻ പൊറോട്ട, ഞാനും ആളും ഊണ്. നമ്മുടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നന്ദി ഹിൽസ് പോകാനൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൊരിഞ്ഞ മഴയാണ്. അത് മാത്രമല്ല നമ്മുടെ പ്രവീൺ ബ്രോൻ്റെ വണ്ടിക്ക് ചെറിയ സീനുണ്ട്, എൻ്റെ വണ്ടിക്ക് ചെറിയ സീനുണ്ട്. നമുക്ക് സർവീസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പോരാത്തതിന് കട്ട ബ്ലോക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പരിചയപ്പെട്ട 3-4 കൂട്ടുകാരന്മാരായിരുന്നു. തോമസ് സ്ഥലം തൃശ്ശൂർ തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പഴയന്നൂരാണ്. എൻ്റെ വീട് അക്ഷയ എന്നാണ്, സ്ഥലം കൊല്ലം, വട്ടിയെടുക്കാനാണ്. എല്ലാ ജില്ലക്കാരുണ്ട് ഇവിടെ, കോഴിക്കോട്ടുകാരനും കൂടി ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഫുള്ളും മലയാളീസാണ്. കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരെ ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ടു. എന്തായാലും നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ ഇന്നും പറ്റില്ല. ഈ ഗോവയിൽ അല്ലെങ്കിൽ മുംബൈയിൽ പോയിട്ടായിരിക്കും നമ്മുടെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും വണ്ടിക്ക് എന്തിനു പറ്റുന്നു. വണ്ടിയുടെ ഫ്രണ്ടിലെ ഫോർക്കിൻ്റെ ഓയിൽ സീൽ പോയതാണ്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയതായിട്ട് ഓയിൽ ലീക്ക് ഉണ്ട് ഗ്യാസ്കറ്റിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അതെന്താ സംഭവം എന്നൊന്നും അറിയില്ല, വർക്ക്ഷോപ്പിലേക്ക് കയറിയാൽ മാത്രമാണ് അറിയില്ല. എന്തായാലും മുംബൈയിൽ പോയിട്ടായിരിക്കും ബൈക്കിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിലാണുള്ളത് കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. രാത്രിയൊക്കെ 23 ഡിഗ്രികളാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് പൊടി വീക്കായി, നീരുവീഴ്ച, തൊണ്ടവേദന, ചെറുതായിട്ട് പനിയില്ല, ബാക്കി എല്ലാം ഏകദേശം ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മോട്ടോ ടോർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, ബൈക്ക് ആക്സറീസിൻ്റെ ഷോപ്പാണ്. മോട്ടോ ടോർക്കിൻ്റെ മെയിനായിട്ടുള്ള ഓഫീസിലാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ച് ആക്സറീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മോട്ടോ ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒറിജിനൽ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് ഈ മോട്ടോ ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. Hello. We are from Motor Talk. We manufacture exhaust for Royal Enfield, KTM and Dominar is underway. And we also manufacture riding gear. We are from Banglore. We wish our brother a happy and safe riding journey to Kanyakumari to Kashmir. Thank you bro. അപ്പോൾ ഇദ്ദേഹം നമുക്കൊരു ജാക്കറ്റ് സെറ്റാക്കി തന്നിട്ടുണ്ട്, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് കേട്ടോ. ഇന്ത്യയിൽ അത്യാവശ്യം ഈ പറഞ്ഞ എക്സിസ്റ്റ്, അതേപോലെ തന്നെ ബൈക്കിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ സെയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ് ഈ ഒരു മോട്ടോ ടോർക്ക് എന്ന് പറയുന്നത്. അവരുടെ ഗോഡൗൺ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയി കണ്ടു, പക്ഷെ കയറി റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇതാണ് അവരുടെ മാനുഫാക്ചറിങ് ഗോഡൗൺ എന്ന് പറയുന്നത്. നല്ല ഡീസൻറ്റ് പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് പെരുമാറ്റമാണ്. ഞാനെന്താ പറയണത്, എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷേ ഇന്നത്തെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത ആൾക്ക് അറിയണ പോലെ മലയാളത്തിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആളൊന്ന് വിളിച്ചപ്പോൾ ആൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഗിഫ്റ്റായിട്ട് ചെറിയൊരു ജാക്കറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ല ജാക്കറ്റും കാര്യങ്ങളൊന്നും തരുന്നേ വിചാരിച്ചില്ല. പ്രവീൺ ബ്രോൻ്റെ കെയർ ഓഫിലാണ് നമ്മളിങ്ങനെ വന്നത്. അപ്പോൾ ഇനി വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. നേരം കാര്യങ്ങളൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കാരുണ്ട്. ബാംഗ്ലൂർ ഓൾറെഡി നല്ല മഴയാണ്. നേരെ റൂമിൽ പോയിട്ടാണ്, വേറെ കുറച്ച് പ്ലാനുകളുണ്ട്, അത് നേരെ റൂമിൽ പോയി മാത്രമാണ് അറിയുക. നമ്മുടെ മഴ കാരണം ഈ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് മിസ്സായി. പല സ്ഥലങ്ങളിലൊന്നും പോയി കാണാൻ തന്നെ പറ്റിയില്ല. നാളെ രാവിലെയാണ് നമ്മൾ ഗോവ പോകാൻ പ്ലാൻ. ഗോവയിലേക്ക് കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്ലാനോട് ഞാൻ എന്തായാലും റൂമിൽ പോയിട്ട് പറയാം. പുള്ളിയുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. പുള്ളി ഞങ്ങളെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് ഫുഡൊക്കെ തന്നിട്ടാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എത്രയും വലിയൊരു ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ഓണറാണെങ്കിലും പക്ക സിമ്പിൾ മനുഷ്യൻ. മുളക് വെച്ച് അപ്പോൾ നമ്മുടെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ 6:30 പക്ഷേ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു ഷോപ്പിംഗ് കൂടെ പോകുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫുള്ള് ഇരുട്ടായിട്ടാണ്. ഹെവി ട്രാഫിക് എന്ന് വെച്ചാൽ ഹെവി ട്രാഫിക്. ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു 1/2 കിലോമീറ്റർ ഗ്യാപ്പിലേക്കാണ് ഇവിടെ സിഗ്നൽ.
അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ അടച്ചു. അപ്പോൾ കുറച്ച് ആക്സസറീസ് അവർ തന്നിട്ടുണ്ട്, നമ്മുടെ ഗോപുരം കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹമാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ആക്ഷൻ ക്യാംസ് ഇന്ത്യയുടെ ഓണറാണ് കേട്ടോ ഇദ്ദേഹം കുറച്ച് ആക്സസറീസ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ആക്ഷൻ ക്യാമറകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ 2 ടീഷർട്ടും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഫുഡ് കഴിക്കണം. അമ്മാതിരി ട്രാഫിക്കാണ് കേട്ടോ. വെറും 19 കിലോമീറ്ററാണ് നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയത്. അമ്മാതിരി ട്രാഫിക്ക്, ഒരു രക്ഷയില്ല. രാത്രി കഴിഞ്ഞാൽ സ്ഥലമൊക്കെ സൂപ്പറാണ്. നൈറ്റൊക്കെ കറങ്ങി നടക്കാനൊക്കെ സെറ്റപ്പ് സ്ഥലമാണ്. ട്രാഫിക്ക് മാത്രം ഒരു രക്ഷയില്ല. വണ്ടികളൊക്കെ ഏതിനുള്ളിൽ നിന്നാണ് വേണ്ടത് ഒരു ഐഡിയ എനിക്ക് ഇതുവരായിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചറവറ വണ്ടികളാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി കുളിച്ച് റൂമിൽ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നേരെ ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. നമ്മുടെ ബാംഗ്ലൂരിലത്തെ റൈഡർ ഗേളിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് നമ്മളെ കാണണം എന്ന് പറഞ്ഞ് ഒരു ടീം കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തപ്പോൾ നമ്മൾ നേരെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ശ്വേത എന്നാണ് ആളുടെ പേര്. ഒരാളെയും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഇന്ന നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവന്ന ആളാണ്. ഇദ്ദേഹത്തിന് 24 വയസ്സായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കേട്ടിട്ടുണ്ട്. 24 വയസ്സായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരിയാണ്. റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. മണ്ണാർക്കാട്ടുകാരി. അത്ര ഡിസ്റ്റൻസുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാംഗ്ലൂരുള്ള ഒരു സ്ട്രീറ്റിലൂടെ ജസ്റ്റ് കുറച്ച് നേരം നടന്നിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലത്തെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇത്രയും പേര് ഇതൊക്കെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ നൈറ്റ് ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോണത്. ഈ സ്ട്രീറ്റിൻ്റെ പേരൊന്ന് പറയുമ്പോൾ അപ്പോൾ വിവിപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് സ്ട്രീറ്റാണ്. മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് ആണ്. ഇവിടെ നിന്ന് അറ്റം വരെ തട്ടുകടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടി. അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് ചതിച്ചു. ഇവിടുത്തെ റോഡുകൾ ഫുള്ളി ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് ഒരു 12 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് ഉള്ളത്. അത്യാവശ്യം ഫുഡിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഇവിടെ കൂടെ ഒന്ന് വരാം. അപ്പോൾ സന്ദീപ് നമുക്ക് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞുതരും. അത് നമ്മൾ റുമാന റൊട്ടി ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് ഉള്ളിൽ ചുരുട്ടി പിടിക്കുക. ഓക്കെ, എന്നിട്ട് അത് ഈ ദാലിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ മുക്കുക. അങ്ങനെ മുക്ക്. ഇനി വേറെ പ്ലാനും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഫുഡ് അടിക്കുക. നാളെ രാവിലെ നേരത്തെ തന്നെ നമ്മൾ ഗോവയ്ക്ക് പോകും. നേരത്തെ നിന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എണീക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ 9 മണി 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റൈഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒന്നാണ് പറ്റുള്ളൂ. നാളെ രാവിലെ ഗോവ പോയി കഴിഞ്ഞാൽ പിന്നെ ഗോവയുടെ എപ്പിസോഡായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ശരി.